ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? പിന്നെ നമ്മുടെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായില്ലേ? എല്ലാവരുടെ ഓണാഘോഷമൊക്കെ എവിടം വരെ ആയി? അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ അന്ന് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എങ്ങനെ സദ്യ റെഡിയാക്കി എടുക്കാമെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് വർഷങ്ങളായി ചെയ്തു വരുന്നതാണ്. ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും 7 മണിയാകുമ്പോഴേക്കും എൻ്റെ കറികളൊക്കെ റെഡി ആവാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരമാവും. കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അതേ പച്ചക്കറികളൊക്കെ തലേ ദിവസം രാത്രി തന്നെ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. എല്ലാതും കൊണ്ടുവന്ന് ഒരു പേപ്പർ വിരിച്ചിട്ട്, പേപ്പറാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയധികം വേസ്റ്റ് അവിടെ കിടക്കില്ല. അപ്പോൾ എല്ലാതും മാറ്റി മാറ്റി വെക്കും. അതായത് അവിയലിനുള്ള കഷ്ണം, സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം മാറ്റി മാറ്റി വെക്കുക കേട്ടോ. ഈ സമയത്ത് കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കുക. എല്ലാവരും ഈ സമയത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓണത്തിൻ്റെ തലേ ദിവസമാണെങ്കിലും വിഷുവിൻ്റെ തലേ ദിവസമാണെങ്കിലും ഞങ്ങൾ ഇതൊരു ആഘോഷം പോലെയാണ് ചെയ്യാറ് കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ അരിയലും എല്ലാം റെഡിയാക്കി വെക്കലും കുട്ടികളും ഞാനും ഹസ്ബൻഡ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് ചെയ്യാറ്. ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഓർമ്മയാണ് കേട്ടോ. ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കൽ. ആദ്യം തന്നെ അവയിലുള്ള കഷ്ണങ്ങളാണ് മുറിച്ചെടുക്കുന്നത്. എല്ലാം വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക. സാമ്പാറിനുള്ള കഷ്ണങ്ങളും അതുപോലെ എരിശ്ശേരിക്കുള്ള കഷ്ണങ്ങളും നമ്മൾ എന്തെല്ലാം കറികളാണോ വെക്കുന്നത് അതെല്ലാം കഷ്ണങ്ങൾ മുറിച്ച് മാറ്റി മാറ്റി ഓരോ പാത്രങ്ങളിലാക്കി വെക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തന്നെ എല്ലാം പാത്രങ്ങളിലാക്കി മാറ്റി മാറ്റി വെക്കുക. അപ്പോൾ ഇത് ക്യാബേജിനുള്ളതാണ് തോരൻ, അതുപോലെ തന്നെ അവിയലിലുള്ള കഷ്ണം, അതിലേക്കുള്ള പച്ചമുളക് അടക്കം ഞാൻ മുറിച്ച് മാറ്റി വെക്കാറുണ്ട്. മസാലക്കറിക്കുള്ള കൂട്ടുകളാണ് കേട്ടോ. ഇതിലേക്കുള്ള സവാള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആവശ്യമായിട്ടുള്ള തക്കാളി അതിൽ തന്നെ വെക്കുക. കാലത്ത് അതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട സമയം വേസ്റ്റായി പോകരുത്. പിന്നെ കണ്ടില്ലേ, എരിശ്ശേരിക്കുള്ളത്, ഓലനുള്ളത്, അങ്ങനെ ഓരോന്നിലേക്കുള്ള കഷ്ണങ്ങൾ മാറ്റി 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 വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുക. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ കഷ്ണങ്ങൾ അരിയാൻ വേണ്ടിയിട്ടുള്ള സമയം തീരെ വേസ്റ്റ് ആക്കരുത്. അങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. അതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, പായസത്തേക്ക് അടക്കമുള്ള തേങ്ങ റെഡിയാക്കി വെക്കുക. ആയിട്ടുള്ള തേങ്ങകളെല്ലാം ഫ്രിഡ്ജിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കും ഒരു കേടും വരില്ല. അതെങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ചിരവിയെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളൊരു സഹായം തേടാ സമയത്ത്. ഇത് പായസത്തിനുള്ള തേങ്ങയാണ് കേട്ടോ. പരിപ്പ് പായസമാണ്. അപ്പോൾ പിന്നെ പായസത്തിനുള്ള തേങ്ങ ഞാൻ മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് പിറ്റേ ദിവസം നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നില്ല. ഓണത്തിൻ്റെ അന്ന് ഒരു ഭാരമായിട്ടുള്ള ഒരു പണികളും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പായസത്തിനുള്ള തേങ്ങയാണ്. പായസത്തിനുള്ള പരിപ്പ് വറുത്തും കൂടെ വെക്കണം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് അതും കൂടെ റെഡിയാക്കി വെക്കണം. അല്ല നമുക്ക് സേമിയ പായസമാണ് അല്ലെങ്കിൽ അടപ്പായസമാണ് എങ്കിൽ പാലൊക്കെ റെഡിയാക്കി കറക്റ്റാക്കി വെക്കുക. സേമിയൊക്കെ വറുത്ത് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ക്യാബേജ് തോരനില്ല, ഓരോ കറികൾക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെക്കുക. കണ്ട, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ്, അതുപോലെ സവാള, പച്ചമുളക്, ആവശ്യമായിട്ടുള്ള തേങ്ങ അതും കൂടെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലായിട്ട് കേടാവില്ല കേട്ടോ. ഞാൻ വർഷങ്ങളായി ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ അവയിലിനുള്ള തേങ്ങയുടെ കൂട്ടില്ലേ, അത് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകം, അതുപോലെ തന്നെ ചുവന്നുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് ചതച്ച് റെഡിയാക്കി വെക്കുക. അത് അവിയലിൻ്റെ മേലെ തന്നെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈസിയായി വേഗം തന്നെ എടുത്ത് ചെയ്യാമല്ലോ, കുക്ക് ചെയ്യാമല്ലോ. പിന്നെ വറുത്തിരിശ്ശേരിക്കുള്ള തേങ്ങ റെഡിയാക്കി വറുത്ത് വെക്കുക. ഇത് രണ്ടിലേക്കും കൂടിയിട്ട്, അതായത് മസാല കറിയിലേക്ക് ശരിയില്ല അതിലേക്കും കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് മസാല ചേർത്ത് മാറ്റി എടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഓണത്തിൻ്റെ അന്ന് കാലത്ത് നമുക്ക് കഷ്ണങ്ങൾ അരിയാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ കഷ്ണങ്ങളും തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കുക കേട്ടോ. നമുക്ക് ഒരു ഓണമല്ലേ, ഒരു കൊല്ലത്തിലുള്ളൂ. അപ്പോൾ ആ ഓണം അടിച്ച് പൊളിക്കണമെങ്കിൽ, അടിച്ച് പൊളിച്ച് ആഘോഷിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് നമ്മളെ പണികളൊക്കെ വേഗം തീരും. നമ്മൾ വേഗം ഫ്രീ ആവും. നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ വേപ്പില, നമുക്ക് അതായത് കറിവേപ്പിൻ്റെ എല്ലാം ആവശ്യമായിട്ട് വരും. അത് അത്യാവശ്യം വേണം സദ്യയിലേക്കൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. പിറ്റേ ദിവസം അതെടുത്ത് കഴുകാനുള്ള സമയമൊന്നും പോവില്ല. ഇനിയിപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാലത്ത് എണീറ്റിട്ട് കുറച്ച് നേരത്തെ കൂടെ എണീക്കുക കേട്ടോ. അതായത് ഒരു 5 മണിക്ക് നമ്മൾ കിച്ചണിൽ കയറുന്ന രീതിയിൽ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. 5 മണിക്ക് നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 6:30 7 മണിയാകുമ്പോഴേക്കും നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാകും. സദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിയാക്കി എടുക്കാം. 5:15-നാണ് ഞാനിപ്പോൾ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വേഗം തന്നെ കുക്കിംഗ് തുടങ്ങുകയാണ്. ഒരു സമയം പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. ഈ സമയത്ത് വേറെ ആരും എണീക്കാത്ത കാരണം തന്നെ ആരും ശല്യപ്പെടുത്താനുണ്ടാവില്ല. നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മളെ കുക്കിംഗ് കഴിയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവയിലുള്ള കഷ്ണങ്ങൾ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി നേരെ തന്നെ സ്റ്റൗമ്മേക്ക് വെക്കുകയാണ്. അപ്പോൾ തന്നെ അടുത്ത പാനും കൂടെ ചൂടാക്കണം കേട്ടോ. വേഗം തന്നെ തോരനും വെച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റവും കൂടെ ഒന്ന് ഓൺ ചെയ്ത് പെട്ടെന്ന് തോരനും കൂടി വെച്ചെടുക്കാമല്ലോ. അതിനിടയ്ക്ക് ഞാൻ വെള്ളക്കടല സ്റ്റൗമ്മ വെക്കുന്നുണ്ട് വേവിക്കാനായിട്ട്. വറുത്തരിശ്ശേരിക്കുള്ള
കടല ഒപ്പം തന്നെ സ്റ്റൗമ്മ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്റ്റൗവും 3 തരം കറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചേക്കാണ്. കാബേജ് തോരനിലേക്കുള്ള കടുകൊക്കെ വറുത്ത് പരിപ്പെല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജിൻ്റെ കൂട്ടിൽ അതിലേക്ക് ചെരിഞ്ഞു കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഈസി ആയിട്ട് തന്നെ നമുക്ക് തോരനൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര പെട്ടെന്നാണ് നമ്മൾ ഫ്രീ ആവണത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിനൊക്കെ റെഡിയാക്കി എടുക്കാൻ വെറും 5 മിനിറ്റ് മതി, അത്രയും മതി. അപ്പോൾ അതേ അടുത്തതായിട്ട് അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ അതേ വെന്ത് വന്നിട്ടുണ്ട് വേഗം തന്നെ. അതായത് ഉടഞ്ഞു പോകാനായിട്ട് നിൽക്കരുത്. ഒരു 5-6 മിനിറ്റിനുള്ള അവിയലിനുള്ള കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി കുറച്ച് തൈര് എടുത്ത് അരച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ അവിയൽ തയ്യാറാക്കാനും നമുക്ക് അത്ര സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് അവിയലും തയ്യാറാക്കി എടുക്കാം. വെറും 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അവിയലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിയലും സെറ്റായിട്ടുണ്ട്, തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൈയോടെ തന്നെ വേഗം തന്നെ നമുക്ക് ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റി വയ്ക്കാം. ഓരോ ചെയ്യാനെടുക്കുന്ന പാത്രങ്ങളില്ല, അതിലേക്ക് മാറ്റി വയ്ക്കാം. വേഗം തന്നെ കൈയോടെ തന്നെ അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്, അതിനെ ഈ ബൗളിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളെ തോരനും റെഡി ആയിട്ടുണ്ട്, അതും നേരിട്ടിട്ട് തന്നെ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിന് മുന്നേ തന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതിൻ്റെ മേലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് തോരനും അതുപോലെ തന്നെ അവിയലും റെഡി ആയിട്ടുണ്ട്. വെറും അടുത്തതായിട്ട് വറുത്തരിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാമ്പാറിനുള്ള പരിപ്പും അതും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എല്ലാം ശടപടയെന്ന് വെച്ച് കഴിയും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർത്ത് നമുക്ക് ഫ്രീ ആവാനായിട്ട് പറ്റും. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും കൂടെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റൗമ്മേന്ന് വെച്ചാൽ കറിയില്ലേ, മസാലക്കറി വെക്കാനായിട്ടുള്ള കൂട്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് സവാളയും ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതേ വറുത്തരിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കഷ്ണം ശർക്കര, അതെല്ലാം കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലക്കറിയിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ച കാരണം എല്ലാ കറികളും നിമിഷങ്ങൾക്കുള്ളിൽ റെഡിയാവും. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള കുക്കറിൽ അതിന് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വെന്ത് വന്നപ്പോൾ തേങ്ങ വറുത്തത് അത് കുറച്ച് അരച്ച് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല, അതായത് കുരുമുളക്, അതുപോലെ തന്നെ നല്ല ജീരകം, കറിവേപ്പിൻ്റെ അതെല്ലാം വറുത്ത് പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, അത് 2 പിടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് തേങ്ങ മതി, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളും വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുകയാണ്. അത് മസാലയൊക്കെ പിടിച്ച് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ മാറ്റി വെച്ചിട്ടില്ല, അതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടി അവസാനമായിട്ട്, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് തെമ്പാൽ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. പിന്നെ വറുത്തശ്ശേരിക്ക് കടുക് വറുത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ കടുക് വറുത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ കറി റെഡി ആയിട്ട് കണ്ടില്ല. അതും ഒപ്പം തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. പാത്രങ്ങളെല്ലാം പെട്ടെന്ന് ഒഴിച്ചെടുക്കുകയാണ്. കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സാമ്പാറും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഓലൻ, ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള കറികളാണ് ഞാൻ ഓണത്തിൻ്റെ ഒന്ന് വെക്കാറുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിക്കറി, അതുപോലെ അച്ചാർ, പിന്നെ കാളൻ, ഇതൊക്കെ നമുക്ക് 2 ദിവസം മുന്നേ തന്നെ റെഡിയാക്കി വെക്കാവുന്നതുള്ളൂ. വറുത്തരിശ്ശേരി അതുപോലെ തന്നെ മസാലക്കറി അതും കൂടെ ഞാൻ ഈ ബൗളിലേക്കൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 4 കറികൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് 5:45 ആകുമ്പോഴേക്കും നമ്മുടെ 4 തരം കറികൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഓലനാണ് വെക്കാനുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഓലനുള്ള 2ാമത്തെ തേങ്ങാപ്പാൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് അടച്ച് വെക്കുന്നുണ്ട്. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും അതും കൂടെ ചേർത്തിട്ട് സ്റ്റൗമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റൗമ്മിലായിട്ട് നമുക്ക് വെണ്ടക്കായ, മുരിങ്ങക്കായ അതും കൂടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമായിട്ട് മുളക് പൊടി, അതുപോലെ തന്നെ സാമ്പാർ പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പുളിവെള്ളം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ധാരാളമായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സാമ്പാറിന് നല്ലൊരു മണമാണ്. അവസാനമായിട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യമായിട്ടുള്ള കടുക്, മുളക്, കറിവേപ്പിൻ്റെ അതും കൂടെ വറുത്ത് ചേർത്ത് കൊടുത്ത് നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നപ്പോൾ തെമ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓലനും റെഡി ആയിട്ടുണ്ട്. നമ്മളെ കറികളെല്ലാം ഒരുവിധം റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള കറികൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇവർക്ക് ഇഷ്ടമായിട്ടുള്ള കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ അതും കൂടെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ബീറ്റ്റൂട്ട് പച്ചടി കൂടി റെഡി ആക്കിയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് പച്ചടി അല്ല, സവാളയാണ് ഇതിൽ ഇട്ടേക്കണത്. സവാള ചെറുതാക്കി അരിഞ്ഞിടുക, സവാളയും പച്ചമുളകും പിന്നെ ബീറ്റ്റൂട്ട് തേങ്ങയും തൈരും കൂടിയിട്ട് അരച്ച് അതിലൊഴിക്കുക, കടുക് വറുക്കുക. അത്രയുള്ള മുന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇഞ്ചിക്കറിയൊക്കെ നേരത്തെ കൂടെ തയ്യാറാക്കി വെക്കുക. 2 ദിവസം മുന്നേ ആയിട്ട് ഉണ്ടാക്കി വെച്ചാലായിട്ട് ഒരു കേടും വരില്ല. അതുപോലെ തന്നെ കാളൻ എന്നിട്ട് നമുക്ക് തലേ ദിവസം റെഡിയാക്കി വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ കറികളൊന്നും തയ്യാറാക്കേണ്ട ടൈമും നമുക്ക് വേസ്റ്റായി പോവില്ല. അതുപോലെ തന്നെ അച്ചാറും അത് നമുക്ക് നേരത്തെ കൂടെ റെഡിയാക്കി വെക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് അച്ചാറും റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ളത് പായസം കൂടി റെഡിയാക്കി എടുക്കണം. പായസത്തിനുള്ള പരിപ്പ് അതുപോലെ തന്നെ ശർക്കര അത് നന്നായി വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിലാണ് പരിപ്പ് വേവിച്ചെടുക്കുക. ഒരു വിസിലായി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ ശർക്കര പാനിയിലേക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കുക. രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് ഞാൻ തെമ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ എന്താ നമ്മുടെ പാൽപ്പായസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും നേരം വഴുകും. ഇത് ഞാൻ തലേ ദിവസം തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ച കാരണം തന്നെ മോള് തേങ്ങാപ്പാൽ പിഴിഞ്ഞെന്ന കാരണം വേഗം തന്നെ നമുക്ക് പരിപ്പ് പായസം റെഡിയാക്കാം. ഇവിടെ പരിപ്പ് പായസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഫ്രീ ആവണം. അധികം നേരം അടുക്കളയിൽ നിന്ന് സമയം കളയാനില്ല. പെട്ടെന്ന് തന്നെ ഫ്രീ ആയി നമുക്ക് മടിച്ച് പൊളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഫ്രീ ആവും. അപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്നേക്കാളും മുന്നേ തന്നെ നമ്മളെ കറികളൊക്കെ സെറ്റായി റെഡിയായി വെക്കാം നമുക്ക് കേട്ടോ. ചോറ് തിളച്ച് റെഡിയായി വരണുള്ള കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഓണത്തിൻ്റെ അന്നാണെങ്കിലും വിഷുവിൻ്റെ അന്നാണെങ്കിലും നമ്മൾ 10 മണിയാകുമ്പോഴേക്കും 10-10:30 ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിരുന്ന് പോകാനായിട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. കറികളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ച് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഒരു വലിയ പൂക്കളം ഇടാറുണ്ട് ഞങ്ങളെ വീട്ടിലായിട്ട് എല്ലാവരും ചേർന്നിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എണീറ്റ് വരുമ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ ചായക്കും ഉള്ള കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ അന്ന് പെട്ടെന്ന് ഫ്രീ ആവണം എന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഏറ്റവും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കമൻറ്റും ചെയ്യുക കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.